ഈ ഷംസുദ്ദീനാണ് ഒറ്റപ്പാലത്ത് നിന്നും. ശ്രീ ഷംസുദ്ദീൻ, താങ്കൾക്ക് പറയാം. പറഞ്ഞോളൂ. നമസ്കാരം മിസ്റ്റർ കിരൺ ബാബു. ഞാൻ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് വിളിക്കാനേ യുദ്ധത്തിന്റെ ചർച്ചയിൽ ശരി, പറഞ്ഞോളൂ. താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നിലവിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറാൻ പാടില്ല എന്നുള്ള തത്വം ലംഘിച്ചുകൊണ്ട് ഈ അമേരിക്കയും ഇസ്രായേലുമാണ് യുദ്ധത്തിന് ഹാനിപേരായിട്ടുള്ളതെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഇപ്പൊ നമ്മളെ രാജ്യത്തിന്റെ ഒരു ഇടപെടലുകളുടെ ഒരു നയതന്ത്ര ഇടപെടലുകളുടെ അപര്യാപ്തത കൊണ്ടാണ് ഈ യുദ്ധം ഈ നിലക്ക് പോകുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഒരു 100 കോടി ജനങ്ങൾ നമ്മളുടെ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നതാണ്. ഞാൻ അതിന്റെ ആ ഒരു വിഷമത്തിലും അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ഇപ്പൊ നിങ്ങൾ നടത്തുന്ന ഇതുപോലുള്ള കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ലൈവായി നിൽക്കുന്ന വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയും ഒക്കെ സജീവമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഞാൻ പ്രത്യേകിച്ച് ന്യൂസ് 18 അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നമ്മളിത് ഓരോ ഉത്കണ്ഠാകുലരാണ്. നമ്മളടുത്ത് ബേജാറാവണ്ട പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ മക്കളൊക്കെ അവിടെയാണ്. അപ്പൊ ഈ ഒരു പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നയപരമായ ഇടപെടലുകളുടെ കുറവാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? അതാണ് എന്റെ ഒന്നാമത്തെ പോയിന്റ്. കാരണം ഇതിപ്പോ നമുക്ക് 100 കോടി ജനങ്ങളുള്ള വ്യത്യസ്തമായ പല അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലെയും പോയി തടുക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് തടുക്കാൻ കഴിയുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള അയൽ രാജ്യമായിട്ടുള്ള ഒട്ടേറെ കാലമായി ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള, ഇന്ത്യക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടീവായിട്ടുള്ള നയനിലപാടുകളും ഐക്യരാഷ്ട്ര സഭയിൽ പോലും എടുത്തിട്ടുള്ള ഇറാൻ ആയിരുന്നു. ആ ഇറാന്റെ കൂടെ ഈ അമേരിക്കയും ഇസ്രായേലും ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ അനുനയിപ്പിച്ച് നിൽക്കാതെ അതിനൊരു നയതന്ത്രമായിട്ടുള്ള പരിഹാരം കാണുന്നതിന് ശ്രമിക്കാതെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി പാദസേവ ചെയ്യുന്ന ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ തെറ്റായ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം ഉണ്ടായതും ഈ തീവ്രമായ ഇന്ത്യ ഗവൺമെന്റ് അക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു ഇടപെടേണ്ടത് എന്നോ താങ്കൾക്ക് വിമർശിക്കാം. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടാത്തത് കൊണ്ടാണ് യുദ്ധം ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കടന്ന കൈയായി പോകില്ലേ ഷംസുദ്ദീൻ? അതെങ്ങനെയാണ് ശരിയാവുക? അല്ല, അതെ, അത് അവിടേക്ക് ഞാൻ ഈ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടൽ പറഞ്ഞാൽ ഇപ്പൊ യു എസും ഇസ്രായേലും ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളത് ഒരു വിമർശനാത്മകമായിട്ട് പറയാണ്. ഇപ്പൊ അമേരിക്ക 30 ദിവസത്തിന് ഇന്ധനം മേടിക്കാൻ പറയുമ്പോ ഓക്കെ, ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ താങ്കൾക്ക് അത്തരം ഒരു വിമർശനം വേണമെങ്കിൽ ഉന്നയിക്കാം. പക്ഷെ അതിന് പകരം താങ്കൾ പറഞ്ഞ അങ്ങനെയല്ല. താങ്കൾ പറഞ്ഞത് ഇന്ത്യ ഇടപെടാത്തത് കൊണ്ടാണ് യുദ്ധം ഉണ്ടായത്, അല്ലെ ഇന്ത്യ ഇടപെട്ട യുദ്ധം ഉണ്ടാകില്ല എന്ന് പറയാൻ അതിന് ലോജിക്കല എന്നതിൽ കാരണമുണ്ട്. അത് വെറുതെ ഒരു ആരോപണം മാത്രമല്ലേ? അല്ല, ഈ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ യുദ്ധഭീഷണികൾ നിലനിൽക്കുമ്പോൾ തന്നെ നയതന്ത്ര ഇടപെടലുകൾക്കോ മറ്റു രാജ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് ഇന്ത്യ തയ്യാറാണെന്നും അതുപോലെ തന്നെ ഈ മറ്റുള്ള ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുന്ന 2 രാജ്യങ്ങളാണോ ഇസ്രായേലും അമേരിക്കയും ഒക്കെ? അവരെ ഇന്ത്യ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്യാതിരിക്കും എന്ന് തോന്നലുണ്ടോ? അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളിപ്പോ ഇവാക്യുവേഷൻ വേണ്ടി വന്നാൽ തന്നെ നമുക്ക് നടക്കില്ല. 1 കോടി ആളുകൾ പുറത്തുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തെ രാജ്യങ്ങളിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് നമ്മളാണ്. നമ്മുടെ ആളുകളാണ് പുറത്തുള്ളത്. ശരി, ഓക്കെ. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇത്രയും ശക്തിയും അവരുടെ ഇന്റലിജൻസ് സോഴ്സും ഒക്കെ ഉള്ളവരാണ്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇറാനെ പോലെ രാജ്യത്തെ കരയുദ്ധത്തിലൊന്നും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നത്. ഇപ്പോൾ പിന്നെ യുദ്ധത്തിന്റെ അന്തരീക്ഷം നീട്ടിക്കൊണ്ടുപോയി ചൈനയടക്കം പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു കുതന്ത്രം, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഈ രാജ്യങ്ങൾക്ക് ഇപ്പോഴുണ്ടോ? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം. നിങ്ങളുടെ റെഡ് ഷർട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. യു ആർ നൈസ് വിത്ത് ബ്ലൂ. എനിവേ, ശരി, ഓക്കെ, പറഞ്ഞോളൂ. കിരൺ, തൊട്ട് മുമ്പേ പറഞ്ഞ നമ്മുടെ ഷംസുദ്ദീൻ സുഹൃത്തിന്റെ അടുത്ത് അറിയാൻ വേണ്ടി പറയാണ്, നമ്മുടെ ഇന്ത്യയിലുള്ള രണ്ട് ഈ സെയിലേഴ്സ്, അതായത് ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യാൻ പോയിട്ട് ആ ഷിപ്പിന് ഇറാൻ ആക്രമിച്ച് 2 പേരെ അവർ മരിച്ചിട്ട് 18 ദിവസം ആയിട്ടുള്ളൂ. അവർ ഡെഡ് ബോഡി ഇതുവരെ നമുക്ക് വിട്ടുകിട്ടിയിട്ടില്ല. അതേപോലെ 8 പേര് ഏതാണ്ട് 8 മാസത്തോളമായി ഇറാന്റെ കസ്റ്റഡിയിലാണ്. അതും വേറൊരു ഷിപ്പിൽ പോയിട്ട് ഇറാൻ ആ കപ്പലിനെ ആക്രമിക്കുകയും അവരെ പിടിച്ചു വെച്ചിട്ട് ഇന്ത്യ ചോദിച്ചിട്ട് തന്നില്ല. അതായത് നമ്മുടെ സുഹൃത്ത് രാജ്യം എന്ന് പറയുന്ന ഈ ഇറാൻ തന്നെയാണ് നമുക്ക് നമ്മുടെ 8 ഈ ഷിപ്പിൽ വർക്ക് ചെയ്യണ ക്രൂ അങ്ങനെ ഇറാനെയും അമേരിക്കയും കൂടെ ചേർത്ത് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയോട് ചെയ്ത ക്രൂരതയുടെ 1000-1 അംശം പോലും ഇറാൻ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും.
അല്ല ഞാൻ പറഞ്ഞത് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞാൽ കേൾക്കുമോ, ഇനിയിപ്പോ ഞാൻ പോയി പറഞ്ഞാൽ കേൾക്കുമോ എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഉത്തരവാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വിലാപിച്ചിട്ട് കാര്യമില്ല. ആര് പറഞ്ഞാലും കേൾക്കില്ല മിസ്റ്റർ കിരൺ. അതിന് വ്യക്തമായ ഒരു ധാരണ. നമ്മൾ സത്യം വളച്ചൊടിക്കാൻ പാടില്ല. നോക്കൂ, അജണ്ട പറയാൻ വന്നല്ലേ, പറഞ്ഞോളൂ. അല്ല, അജണ്ട നിങ്ങളെ അജണ്ടയല്ല. ഇറാനും അമേരിക്കയ്ക്കും എല്ലാം അവരുടേതായിട്ടുള്ള ഓരോരോ താല്പര്യമുണ്ട്. ഇന്ത്യക്കും ഉണ്ട് അജണ്ട. ഇന്ത്യ എല്ലാത്തും പോയി തലവെക്കൊന്നുമില്ല. ഇന്ത്യക്ക് അതിനുള്ള സമയമില്ല. ഇവിടെ 140 കോടി ജനങ്ങളുണ്ട്. അതിന്റെ പകുതിയും പട്ടിണിപ്പാവങ്ങളാണ്. അവരെ സംരക്ഷിക്കുക മാത്രമാണ് ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം. ഈ ഇറാന്റെ അജണ്ട യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ ഈ ഇറാനില് അവിടെ ഒരു ടൈം സ്ക്വയർ ഉണ്ട്, പാലസ്തീൻ ടൈം സ്ക്വയർ എന്നാ പറയണേ. അവിടെ 2000 ലോകം മുഴുവനും മിലേനിയം ആഘോഷിച്ചപ്പോൾ ഇറാനിൽ ചെയ്തെന്താണെന്ന് അറിയായിരിക്കും മിസ്റ്റർ കിരൺ, അറിയായിരിക്കും. അവിടെ അവർ ക്ലോക്ക് റിവേഴ്സ് ചെയ്ത് 25 വർഷം കഴിയുമ്പോൾ, അതായത് അവിടെ നിങ്ങോട്ട് തിരിച്ച് 2000 മുതൽ 2025 2010 കേട്ടോ, ക്ഷമിക്കണം, 2010 അവർ അത് റിവേഴ്സ് ചെയ്തു. ആ റിവേഴ്സ് ചെയ്തിട്ട് ഇനി 14 വർഷമേ ഉള്ളൂ ഇസ്രയേൽ, ഡെത്ത് ടു ഇസ്രയേൽ ഭൂമുഖത്തും തുടച്ചു നീർക്കാൻ. ഇന്ത്യയെ കുറിച്ച് പാകിസ്ഥാനോ വേറൊരു രാജ്യമോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ തീർത്ത് അടിച്ചൊതുക്കും. ഇത് ഇസ്രയേലിന്റെ നമ്മൾ ആരെയാണ് അങ്ങനെ ശ്രീ പ്രദീപ് അങ്ങനെ തീർത്ത് അടിച്ചൊതുക്കാൻ പോയിട്ടുള്ളത്? ഇന്ത്യ പാകിസ്ഥാനുമായി എത്രയോ കാലമായി ഈ തരത്തിലേക്കുള്ള സംഘർഷം നിൽക്കും. നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.